അസ്സലാമലൈക്കും. എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖല്ലേ? നമ്മക്ക് ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നനച്ചുള്ളിയുടെ രണ്ടാം ഭാഗമാണ് ഇപ്പം. പക്ഷെ ഹാള് ചെയ്തിട്ടില്ല. ഹാള് ഇതല്ലായിരുന്നു പോലെ റൂമുകൾക്കൊക്കെ ഹാള് കൊടുത്തു. അപ്പം ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഇട്ടാണ്. അപ്പോൾ രാവിലെ മുതലുള്ളത്, ചായ മുതലുള്ളത് വീഡിയോ എടുത്തിടാൻ വെച്ചു. ഞാൻ രാവിലെ നീച്ചയ്ക്ക് ചായക്ക് വെള്ളം വെച്ചിട്ട് പിന്നെ എൻ്റെ പുടുത്തം പോന്നു. അപ്പോൾ ചായക്ക് വെള്ളം വെച്ച് ഇന്ന് നൂൽപുട്ടും ചെറുപയറും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയർ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് കുതിർന്നതിന് ശേഷം ഞാൻ നൂൽപുട്ടിൻ്റെ ആ ചെമ്പിലെ അടിയിൽ തന്നെയാണ് ഇട്ടോ ഞാൻ പിന്നെ കറി വെക്കുക. അതാകുമ്പോൾ നമുക്ക് ലാഭമാണ്. ചെറുപയറിനായിട്ട് വേറെ ഗ്യാസ് കത്തിക്കണ്ട. ഇതാ നൂൽപുട്ടിൻ്റെ ചെമ്പിലാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും പിന്നെ വെല്ലുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പിട്ടിട്ട് അതും ചെറുപയറും പാടിട്ട് അത് അടിയിൽ വെക്കും. മേലെ ഞാൻ നൂൽപുട്ട് വീഴ്ചിട്ട് അത് മേലെയും വെക്കും. അപ്പോൾ നമുക്ക് 2 ഗ്യാസ് വേണ്ട, 1 ഗ്യാസ് മതി. പിന്നെ ഞാൻ നൂൽപുട്ടിൻ്റെ മാവ് ഞാൻ കുഴച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ചെറുപയർ ഇട്ടത് അധികമായിപ്പോയി. ഞാൻ കുറച്ച് ചെറുപയർ മാറ്റി വെച്ചിരുന്നു. ഉച്ചയ്ക്ക് വേണമെങ്കിൽ ചെറുതായി തൂണിട്ട് തിന്നാൽ. അങ്ങനെ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാൻ നിന്നും വേഗം നീച്ചു. കുട്ടി നീക്കുമ്പോഴത്തേന് വേഗം നീക്കി എല്ലാ പണിയും ചെയ്യണ്ടേ. അത് നീക്കുമ്പോഴത്തേന് നമ്മളെ പണികൾ കഴിഞ്ഞാൽ നമുക്ക് വേഗം നമുക്ക് നിൽക്കാമെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ ചായങ്കറി ഉണ്ടാക്കൽ നീക്കുമ്പോഴത്തേനാണ് നീക്കും. അല്ലെങ്കിൽ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ അവൻ നീക്കലേ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ നൂൽപുട്ടിൽ അച്ചക്ക് വെച്ച് അടിയിൽ കറിയാണ്. ഈ തേങ്ങ അരച്ച് പറഞ്ഞ് തൂമിക്കല്ലേ വേണ്ടത്. നൂൽപുട്ടാകുമ്പോഴത്തേന് ചെറുപയറും വെന്ത് ഉണ്ടാവും. അങ്ങനെ നൂൽപുട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ചോറിനുള്ള വെള്ളം കത്തിച്ച് വെള്ളം അടുപ്പത്ത് വെച്ചപ്പോഴത്തേന് നൂൽപുട്ട് തട്ടലും ഒരു ട്രിപ്പ് തട്ടലെഴുന്നു അരി അടുപ്പത്തിട്ട് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് പിന്നെ തേങ്ങ അരച്ച് നൂൽപുട്ട് ചുടലിന് ശേഷം തേങ്ങ അരച്ച് പറഞ്ഞതിനകത്ത് നൂൽപുട്ടും ചെറുപയറും അങ്ങനെ രാവിലെ ആയി. പിന്നെ നമ്മൾ നനച്ചുള്ളിക്കാണ് കിടക്കുന്നത്. ഇന്നലെ ഒരു റൂമാണ് ചെയ്തിട്ടുണ്ടാകുന്നത്. ഇന്ന് 2 റൂം. ഇപ്പോൾ കണ്ടില്ല, റൂം ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. നമ്മൾ ഈ റൂമിനെ ഫുള്ള് ഇതിന്ന് ഹാളിക്കാണ് മാറ്റിയത്. കാരണം ഇന്നലെ ആ റൂം ചെയ്ത കാരണം നൈറ്റ് ഇതൊന്നും പാടിട്ടില്ല. അപ്പോൾ ഹാള് ചെയ്തിട്ടില്ല. ഹാളും പിന്നെ സിറ്റ് ഔട്ടും അടുക്കളയൊക്കെ ഞാൻ നാളെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ 2 റൂമിൽ ഓരോ കൂടുകളുണ്ട് ബാത്റൂമിൻ്റെ മേലെ. അപ്പോൾ ഞാൻ സ്കൂൾക്ക് പോകുന്നതിൻ്റെ മുന്നേ അവളോട് അതിൻ്റെ മേലെ കയറാനായിട്ട് ഒന്നും ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ അവൾ അതിൻ്റെ മേലത്തെ മാറോളൊക്കെ തട്ടി ആ കൂടൊക്കെ അടിച്ച് കഴിഞ്ഞ് ഫാൻമേലെ കണ്ടിട്ട് ആകെ മാറോള് അതൊക്കെ അവൾ അടിച്ച് വൃത്തിയാക്കി തന്നിട്ടോ. 2 റൂമിൻ്റെയും കൂടെ അടിച്ച് വൃത്തിയാക്കിയിട്ട് അവളെ ഞാൻ വേഗം കുളിപ്പിച്ച് സ്കൂൾക്ക് വിട്ടു. അവളെയും നാസിനെയും. പിന്നെയാണ് ഞങ്ങൾ നനച്ചുളിക്ക് നിന്നിട്ട്. ഇതൊരു റൂമാണ് കേട്ടോ. ഫസ്റ്റ് റൂം ഈ റൂമിലാണ് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അവളെ മറ്റേ റൂമിലൊക്കെ കൂടി. അപ്പോൾ ഈ റൂമിലത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അൽമറയൊക്കെ കണ്ടില്ലേ, അൽമറയത്തെ ഡ്രസ്സും ബെഡും ഒക്കെ ജനാദലും വാതിലും ഒക്കെ ഞങ്ങൾ ഹാളിൽ കൊണ്ടുപോയി കേട്ടോ. ഹാള് ഞങ്ങൾ ഞെട്ടും. അതിന് നമ്മൾ കണ്ടില്ലേ മാറോലൊക്കെ ഫാനുമത്തൊക്കെ തട്ടി അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചു. പക്ഷെ നല്ല പണി കേട്ടോ. ഒന്നാമത് ഇതിൻ്റെ ഇടയിൽ ഒരു 10 വട്ടം അവനക്ക് ഉറക്കം കമ്മിയാണ്. ഒരു 10 വട്ടം അവനെ ആട്ടാനായിട്ട് പോകണം. ഒന്ന് ആട്ടി ഒരു 10 നമ്മളൊന്ന് മാറോലാട്ടുമ്പോൾ അവൻ നീച്ചു. ഹാള് ഇതിപ്പോൾ ഒരു റൂമിൽ തട്ടിട്ടു കേട്ടോ. ആ ബെഡും അതൊക്കെ. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇന്നലെ തിരിഞ്ഞിരുന്നാണ്. ഇന്ന് വാഷിംഗ് മെഷീനിലൊക്കെ പാടെ തിരുമ്പോൾ വിചാരിച്ചിട്ട് ഇതൊക്കെ ഉള്ള മുടിക്കായും മാലും കളിയും അങ്ങനെ. പിന്നെ പെട്ടിയിൽ കളിക്കാനും അതിൻ്റെ മേലെ പിന്നെ പെട്ടികളിൽ അവർ ഗൾഫിൽ നിന്ന് കൊടുന്നൊരു കടക്കുണ്ട്. പിന്നെ അവരുടെ കണ്ട പിന്നെ അവരെ കളിസാധനങ്ങളും ഒക്കെ പാടെ പെടുത്തിട്ട് മറ്റേ ഹാള് കണ്ടില്ലപ്പോൾ ആ റൂമിലത്തെ ഫുള്ള് തിരി കൊടുത്തിട്ട് അതിലത്തെ ബെഡും ഹാള് കണ്ടോ ഫുള്ള് ഡ്രസ്സ്. അവരെ 2 ഡ്രസ്സും ഉപ്പുട്ടും ബാഗും അങ്ങനെ. പിന്നെ അവളെ അതിൻ്റെ മേലൊക്കെ അടിച്ച് അവളോട് അതിൻ്റെ ആ കൂടിൻ്റെ ഉള്ളും അടിച്ച് വെച്ചിരിക്കുമ്പോൾ അത് ഒരു നായക്കുട്ടിയായിട്ട് അവർ കളിക്കുന്നു. ഇത് ഫുള്ള് കളിക്കാനാണ്. ഞാനിതൊക്കെ പെട്ടിയിലാക്കിയിട്ട് മേലെടുത്ത് വെച്ചിട്ടായിരുന്നു. എന്താ വെച്ചാൽ ഇത് നമ്മളെന്തെങ്കിലും പണി കഴിഞ്ഞൊന്നും ഇരിക്കുമ്പോൾ ഇതിൽ കളിസാധനം ഒക്കെ ഫുള്ള് പരത്തിയിട്ടുണ്ടാവും. അവരെടുത്തൊക്കൊന്നുമില്ല, അവരൊക്കെ എടുത്ത് പരത്തുള്ളൂ. അപ്പം നമ്മൾ പിന്നെ അത് നേരാക്കാൻ നിൽക്കണം. അപ്പോൾ വിരത്തെ നമ്മൾ എന്താ വെച്ചാൽ ഫുള്ള് മേലക്ക് ഞാൻ അവർക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ വെച്ചു. അപ്പോൾ പിന്നെ നമുക്ക് മലക്കല്ലല്ലോ, 1 2 എണ്ണമൊക്കെ വെച്ചിട്ട് നമുക്ക് വേഗം ഒരു പീസിലാക്കി അവിടെ വെച്ചാൽ മതി വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ പക്ഷെ നാസി ഇനി അയക്കണേ കേട്ടോ, പ്രത്യേകിച്ച് ഇതിൻ്റെ കളിക്കാനാണ്. പിന്നെ അത് നേരെ സ്കൂൾക്ക് പോകുക. അപ്പം ഇന്ന് സ്കൂൾക്കേ പോണില്ല എന്ന് പറഞ്ഞു.
കാരണം എന്താണെന്ന് അറിയാം, കളിസാനം വന്നതിന് ശേഷം. അങ്ങനെ ഞാൻ ഈ തിരുമ്പാലുള്ളതൊക്കെ വേഗം വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി കിട്ടും. വാഷിംഗ് മെഷീൻ തിരിച്ചുകൊണ്ട് പോന്നു. അപ്പത്തിന് ജനാദലും വാതിലുകളൊക്കെ തുടക്കലും അടുക്കളയിൽ ചോറും മീൻകറിയും മീൻ പൊരിച്ചത് ഉപ്പേരി അതൊക്കെ അവിടെ വെന്ത് അതിൻ്റെ ശേഷം അങ്ങനെ ഓരോ പണി ഓരോന്ന് നമ്മൾ പെട്ടെന്ന് തീർക്കണ്ടേ. ഒരു 10 മിനിറ്റ് അവർ ഉറങ്ങുമ്പോഴത്തേക്ക് നമ്മളെല്ലാതും നല്ല നല്ല ചെയ്ത് വൃത്തിയാക്കി. അങ്ങനെ നമ്മൾ ഈ ആൾക്ക് ഡ്രസ്സുകളൊക്കെ കൂടുന്ന അൽമറയിൽ പേപ്പറൊക്കെ വിരിച്ച് അതിലവരെ ഡ്രസ്സുകളൊക്കെ ഒതുക്കി അപ്പം തന്നെ വെച്ചപ്പോൾ നമുക്ക് അത്ര ഭാരം തുടങ്ങി. അത് കഴിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ തലവേദന കിട്ടും. അതൊക്കെ ചെയ്ത് അവരൊക്കെ കൊട്ടയിലൊക്കെ അവരുടെ ഡ്രസ്സൊക്കെ കൊട്ടയൊക്കെ തുടച്ച് വൃത്തിയാക്കി തടച്ചത്. പിന്നെ മറ്റേ റൂമിൽ അവളുടെ ഡ്രസ്സും ഒക്കെ ഒതുക്കി, പാത്തുവിൻ്റെ ഡ്രസ്സൊക്കെ ഫുള്ള് പുതിയതും പഴയതൊക്കെ അവളുടെ ഡ്രസ്സ് ഒതുക്കി അങ്ങനെ വൃത്തിയാക്കി. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.